സോ ഹായ് എവരി വൺ, ഇന്നിക്ക് വന്ന ഒരു പുതിയ വ്ളോഗ്, ഇന്നിക്ക് വന്ന ഒരു സ്പെഷ്യൽ ഡേ, ഇന്നിക്ക് വന്ന ഓണം ഇല്ല. സോ എല്ലാവർക്കും നിങ്ങളുടെ ഓണ ആശംസകൾ. ഹാപ്പി ഓണം. സോ ഇന്നിക്ക് വന്ന് നല്ല സെലിബ്രേഷൻ ആക്കും. ഇന്ന് ഒരു സെലിബ്രേഷൻ ഉള്ള ദിവസമാണ്, തിരുവോണം സ്പെഷ്യലി. അപ്പോൾ ഇന്നിങ്ങനെ ഞങ്ങൾ കുറച്ച് എന്തെങ്കിലും ചെയ്ത് സെലിബ്രേറ്റ് ചെയ്യേണ്ട ഒരു പ്ലാനിലായിരുന്നു. ശരി, അപ്പോൾ ഇന്ന് രാവിലെ എണീച്ച് ഞങ്ങളുടെ എല്ലാ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞു, റെഡി ആയിട്ട്. പിന്നെ മെയിനായിട്ട് ഇന്ന് ഓണത്തിൻ്റെ പൂക്കളം അത് റെഡി ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് ഫസ്റ്റ് കാര്യം. ജോലി ആദ്യം ചെയ്തു, പൂക്കളം റെഡി ചെയ്തിട്ട് ഞങ്ങൾ കിച്ചണിലേക്ക് പോയി. ഇന്ന് സദ്യ കഴിക്കണ്ടേ, സദ്യ ചാപ്പാട്. അപ്പോൾ അതൊക്കെ റെഡി ചെയ്തു. ഇപ്പോൾ കിച്ചണിൽ പോയിട്ട് അമ്മ നന്നാ സദ്യ ചമച്ചെടുക്കാം. ഇന്ന് സദ്യൻ്റെ ലഞ്ചൊക്കെ തയ്യാർ ചെയ്തിട്ടുണ്ട്, അതൊക്കെ ചെയ്തിട്ട് ഫോട്ടോഷൂട്ട് ചെയ്തു. ஸோ இந்த വ്ളോഗിல் இதெல்லாம் உங்களுக்கு பார்க்கணும். எல்லாம் இப்படி பண்ணியிருக்கோம், അമ്മയെ സദ്യ പണിയുന്നത് എന്നെല്ലാം ഇരിക്കും. അപ്പോൾ ഇനി ഞാൻ നിങ്ങൾ കാണിക്കാൻ പോകുന്നത് ഇതൊക്കെയാണ്. ആക്ച്വലി നമ്മൾ നോക്കിയാൽ എൻ്റെ അമ്മയെ ഞാൻ വിളിച്ചായിരുന്നു, പക്ഷെ അമ്മയ്ക്ക് വരാൻ പാടില്ല. എന്താണെന്ന് വെച്ചാൽ ഈ കൊല്ലം അമ്മയ്ക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പാടില്ല, അത് ഓണത്തിൻ്റേത്. അപ്പോൾ ഒരു കൊല്ലമാണ് അത് ചെയ്യാൻ പാടില്ലാത്തത്. അപ്പോൾ അതിനു വേണ്ടി അമ്മ വരാത്തത്. അപ്പോൾ ഞങ്ങൾ അത്രയ്ക്ക് വലുതായിട്ടൊന്നും സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല. വീട്ടിലിരുന്നിട്ട് കുറച്ച് ഇങ്ങനെ സിമ്പിളായിട്ടാണ് ചെയ്തത് സെലിബ്രേഷൻ. ഏതായാലും കുറച്ചൊക്കെ ചെയ്യണ്ടേ, അപ്പോൾ അത്രയും ഞങ്ങൾ ചെയ്തു. സോ ഇതെല്ലാം എനിക്ക് ചെയ്തത് താങ്കൾ. സോ എല്ലാം നിങ്ങൾ പാർക്കണം. ട്രഡീഷണലി എന്ത് ചെയ്യണം അതൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ സിമ്പിളായിട്ട് ചെയ്തിട്ടുള്ളൂ, ബട്ട് സ്വീറ്റ്. പിന്നെ ഫസ്റ്റ് ടൈമാണ് ഓണത്തിൻ്റെ വ്ളോഗ് നിങ്ങൾ ഇപ്പോൾ യൂട്യൂബിലാണ് ഈ കൊല്ലം ഫസ്റ്റ് ടൈമാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ഗൈസ്. ஸோ ஹலோ எவ்ரிவன், இன்றைக்கி ஒரு ஸ்பெஷலான நாள். ரொம்ப நாள் கழிச்சு ஆர்ட்ல ஃபெஸ்டிவல் வருது அண்ட் ஐ எம் வெரி எக்ஸைட்டட் ஃபார் இட். இப்போ வந்து காலம்பரம் 8:30 மணி ஆகுது. ஸோ இப்போ வந்து எந்தெந்த குளிச்சு ப்ரேக்ஃபாஸ்ட்டில் ஆயிடுச்சு. ஸோ இப்போ வந்து பூக்காலெல்லாம் போடணும், நான் சமைக்கணும், சாப்பிட்டு எல்லாம் இருக்குது. ஸோ இன்றைக்கி என்னெல்லாம் நடக்க போகுது எல்லாம் ஒவ்வொன்றா பார்க்கலாம். ஓகே. I ordered completely brand new Bluetooth mic to shoot our vlogs, and this vlog is actually very special to me. So I decided to start using it from this one. So let's open it. So I am very excited to open it right now. So let's see. This is our mic through which we can see, and here is a small clip provided to us, and there's a USB drive through which we can charge it. And இது வந்து இந்த மைக் ஆக்டிவேட் பண்ணதுக்காக இது வந்து ஃபோனில் அட்டாச் பண்ணணும் நம்ம, ஸோ தட் தீஸ் டூ டிவைசஸ் கேன் பேர். இதுவும் வந்து சேம் தான், ஆனால் ஆப்பிள் யூசர்ஸ்க்காக. ஸோ இந்த வயர் வந்து சார்ஜரில் கனெக்ட் பண்ணுறதுக்காக, ஸோ தட் இந்த டிவைஸ் சார்ஜ் ஆகும். ஸோ தீஸ் ஆர் த டிவைசஸ் அசோசியேட்டட் வித் திஸ் ப்ளூடூத் மைக். அண்ட் நம்ம வந்து ஒரு இன்ஸ்ட்ரக்ஷன் மேனுவல் மிஸ் பண்ணிட்டோம், விச் இஸ் நாட் ஆஸ் ஸ்மால் ஆஸ் ஐ எக்ஸ்பெக்டட். സോ ഞങ്ങളുടെ പൂക്കളം സ്റ്റാർട്ടായി. ഇന്നലെ പോയിട്ട് എല്ലാം മേടിച്ചു. ஸோ இப்போ கொஞ்சம் கன்ஃபியூஸ்டாக இருக்கும் எந்த டிசைனிലേക്കാണ്. കുറച്ച് കൺഫ്യൂഷനിലുണ്ട് എങ്ങനെ വെക്കാണ്, എങ്ങനെ ചെയ്യണമെന്ന്. കളേഴ്സൊക്കെ ചോയ്സ് ചെയ്തിട്ടാണ് നിങ്ങൾ ഡിസൈൻ ചെയ്യുന്നത്. അറ്റ്ലീസ്റ്റ് ഒരു 1/2 hour 45 minutes എടുക്കും ഇതൊക്കെ ചെയ്യാൻ. ഇതിപ്പോൾ ഞങ്ങൾ ഈ കൊല്ലം വീട്ടിലെ ഹാളിൽ ഫ്രണ്ട് റൂമിലാണ് വെക്കണത്. ഹാളിൽ ഒരു സ്പേസ് ഉണ്ടല്ലോ, അപ്പോൾ കുറച്ച് വലുതായിട്ട് ചെയ്യാമെന്ന് വെച്ച് ഈ കൊല്ലം ഐഡിയ കിട്ടി. അപ്പോൾ അതാണ് ചെയ്യുന്നത്. കുറച്ച് തിങ്ക് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുള്ളൂ, കുറേ സമയം എടുക്കും അതൊക്കെ ചെയ്യാൻ.
ഞങ്ങൾക്ക് റോസിൻ്റെ ഐഡിയ കിട്ടി. റോസിന് പെറ്റൽസ് ഇടാണ്. കുറച്ച് വൈറ്റ്, പിന്നെ പർപ്പിൾ, പിന്നെ വൈറ്റ്, പിന്നെ ഇതപ്പോൾ റോസിൻ്റെ പെറ്റൽസ് కొంచెం ഡാർക്ക് ആയിട്ടുണ്ട് കളർ. അപ്പോൾ അത് ഇടാണ്. ഹാളിൽ വെക്കുന്ന ഒരു പ്ലാനിലായപ്പോൾ കുറച്ചുകൂടി വലുതായ സൈസ് ആവുമെന്ന് വെച്ച്. അപ്പോൾ കുറച്ച് തിങ്ക് ചെയ്യാൻ സമയം ആവും. ഏതായാലും നോക്കാം, അത്ര സാധിക്കുക അത്ര ചെയ്യുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ലഞ്ച് തയ്യാറാക്കാനുണ്ട്. സോ ഇങ്ങനെ ഇത്രയൊക്കെ ആയി. ഇതുവരെ ഇത്രയായി. ഇനി നമുക്ക് എങ്ങനെ വയ്ക്കാൻ കുറച്ച് ഡിസൈൻസ് ഉണ്ട്. പക്ഷെ അതെന്താന്ന് അത് കൺഫ്യൂഷൻ ആവുന്നുണ്ട്. ഫ്ലവേഴ്സിൻ്റെ കളർ സൂട്ട് ആവുന്നല്ലോ, അതാണ്. ഞങ്ങളുടെ ഹാളിൻ്റെ ഫ്ലോർസിൻ്റെ കളർ വൈറ്റ് ആണ്. സൂട്ടബിൾ ആയിട്ട് നിങ്ങൾക്ക് വെക്കാൻ തിങ്ക് ചെയ്യാൻ കുറച്ച് സമയം വേണം, അത്രേ ഉള്ളൂ. Years later. So I'm finally done with this single part. Seriously. So now it's almost 10 AM and അമ്മ வந்து இப்போ சமைச்சுட்டு. ஸோ இப்போ வந்து நம்ம ஃப்ளவர் ஒர்க் எல்லாம் முடிச்சாச்சு. ஸோ அம்மா வந்து இங்கே சமைச்சுட்டு. ஆல்மோஸ்ட் எவ்ரி திங் ஹேஸ் காட் ரெடி. அண்ட் இப்போ என்னென்ன பாக்கி? സാമ്പാർ ബാക്കി, കാക്കടി പച്ചടി ആൻഡ് പായസം, പപ്പടം. ஸோ இதெல்லாம் பாக்கி. இப்போ வந்து மணி 10 ஆகுது. ஸோ விஷ் ஹர் ஆல் த பெஸ்ட் அண்ட் ஐ ஆம் ஈகர்லி வெயிட்டிங் ஃபார் இட். ஐ கான்ட் ரியலி வெயிட். பாருங்க இங்கே எல்லாம் ரெடி ஆயாச்சு. இட்ஸ் ஆல்மோஸ்ட் 12 PM அண்ட் எஸ் நம்ம சேமியா பாயசம் ரெடி ஆகிட்டுருக்கீங்க. As you saw, அங்கே எல்லாம் ரெடி ஆயிடுச்சு. சாம்பார், அவியல், பச்சடி, பாயசம் ரெடி ஆகிட்டுருக்கு இப்போது. ஸோ இப்போ வந்து அம்மா ரொம்ப ஆசையாக இருந்தாங்க ரெசிபி எடுக்கணும். பட் அன்ஃபார்ச்சுனேட்லி இட் வாஸ் நாட் பாசிபிள் ஃபார் அஸ். ஸோ வி தாட் தட் வி வில் போஸ்ட் ரெசிபி ஆஃப் ஈச் அண்ட் எவரி ஐட்டம் விச் வி ப்ரிப்பேர்ட் இன் சம் நெக்ஸ்ட் எபிசோட்ஸ். அண்ட் விஜயாஸ் கிச்சன் வில் பி பேக் சூன். பிகாஸ் வந்து கிச்சனில் கொஞ்சம் க்ளீனிங் ப்ராசஸ் எல்லாம் நடந்துருக்கு டியூ டு அப்கமிங் கணேஷ் சதுர்த்தி ஃபெஸ்டிவல். ஸோ அதனால் கிச்சன் ஒரு வழியாக இருக்காங்க. ஸோ வீடியோ எடுக்கிற நிலைமைக்கு இப்போ சிச்சுவேஷன் இல்லை. ஸோ இப்போ வந்து இட்ஸ் ஆல்மோஸ்ட் 12 PM அண்ட் நான் வந்து இப்போது ரொம்ப எக்ஸைட்டடாக இருக்கேன் டு ஹாவ் ஓணம் சத்யா, ஃபார் விச் ஐ வாஸ் லிட்ரலி வெயிட்டிங் சின்ஸ் அ இயர். ஸோ கொஞ்சம் மார்னிங் கிளாஸஸ் எல்லாம் இருந்தது. ஸோ அதெல்லாம் போயிட்டு வந்தேன் நான் இப்போது. ஸோ இப்போ வந்து கொஞ்சம் ஃப்ரெஷ் ஆகணும் எனக்கு. பிகாஸ் ഇപ്പോൾ ആ പൂക്കളം ഇടാണ്. നിങ്ങളുടെ രാവിലത്തെ ജോലിയായി. ഇനിയിപ്പോൾ കുറച്ച് റെഡി ആയിട്ട് വന്നു. റെഡി ആയ ശേഷമല്ലേ ഇതൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ വിളക്കൊക്കെ എത്തിയിട്ട്
ഇതാ ബാക്കി ഡിസൈൻസ് ചെയ്യുന്നുണ്ട്. പൂക്കളം റെഡി ആവുന്നുണ്ട്. ഇനി കുറച്ചുകൂടി അങ്ങനെ ഡിസൈൻ എക്സ്പാൻഡ് ചെയ്തിട്ട് വേറെ എന്തെങ്കിലും ഐഡിയ കിട്ടിയാൽ നല്ലത്. അല്ലെങ്കിൽ ഇപ്പോൾ സമയമില്ല, ഏതായാലും ഇത്രേ ചെയ്യാൻ പറ്റും. ഇന്നത്തെ ഓണസദ്യ ഊണൊക്കെ കഴിച്ചിട്ട് സെലിബ്രേറ്റ് ചെയ്യണ്ടേ, അപ്പോൾ അതിന് നേരെ വേണമല്ലോ. അപ്പോൾ ഇപ്പോൾ ഇത്രയും ഞങ്ങൾ ചെയ്യാൻ ഇതായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പൂക്കളം ഇന്ന് റെഡി ചെയ്തു. കുറച്ചുകൂടി വലുതായിട്ട് വെക്കാനുള്ള പ്ലാൻ ആയിരുന്നു, പക്ഷേ സമയം കിട്ടാതെ കൊണ്ട് ഇത്രയും ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ. എന്താണെന്ന് വെച്ചാൽ കിച്ചണിൽ ജോലി ഉണ്ടായിരുന്നു. എൻ്റെ സൺ രാഹുൽ എനിക്ക് കുറേ ഹെൽപ്പ് ചെയ്തു, എൻ്റെ ഹസ്ബൻഡും ചെയ്തു. അത് ചെയ്തിട്ടും ഞങ്ങൾക്ക് അത്രയും സമയം കിട്ടി. അപ്പോൾ ഇത്രയും ചെയ്തിട്ടുള്ളൂ ഇന്ന്. ஃபோட்டோஸ் எல்லாம் கிளிக் பண்ணி கொஞ்சம் அம்மா கூட ரீல்ஸ் எல்லாம் எடுத்தேன். ஸோ இட் வாஸ் வெரி ஃபன் அண்ட் கொஞ்சம் பூஜை எல்லாம் செய்வது எல்லாம் ஆகிடுச்சு. ஸோ now mom is going to serve me all the food stuffs and நான் ஓரளவு காட்டில் இன்னும் இருக்குன்னு. இப்போ வந்து ஆக்சுவலி ஷீ இஸ் கம்மிங். ஸோ இப்போ வந்து அம்மா இஸ் கோயிங் டு சர்வ் அவர் ஓணசத்யா and some banana chip, then கொஞ்சமாக உப்பு, പിന്നെ கொஞ்சமாக புளி இஞ்சி, இது வந்து லிம்பு ஊறுகாய், then some beans തോരൻ, അവിയൽ, പിന്നെ ഓലൻ, and then some amount of കാക്കടി പച്ചടി, and obviously our favorite പായസം. கொஞ்சமாக ரைஸ் போட்டுக்கலாம். அதுக்கப்புறம் கீ obviously for taste, then finally சாம்பார் and பப்படம் இருக்கவே இருக்குது. ഓണസദ്യ നന്നായിട്ട് എൻജോയ് ചെയ്തു. സോ ഓൾ ക്രെഡിറ്റ് ഗോസ് ടു ഹർ. സീ, സോ ഷീ ഈസ് ലിറ്ററലി ടയർഡ് റൈറ്റ് നൗ because full day she was cooking, and after that പൂക്കളം and all, and then she's totally exhausted right now. വളരെ ടയർഡായി. ഇന്നത്തെ ദിവസം എൻജോയ് ചെയ്തു, ഇപ്പോൾ ടയർഡായി. ഇപ്പോൾ ഇന്നത്തെ ദിവസം കഴിഞ്ഞു. ഏതായാലും നന്നായിട്ട് ആഹാരം കഴിച്ചു. എല്ലാവർക്കും എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ മോൻ എല്ലാവർക്കും നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു ആഹാരം. കുറേ ദിവസം ഇങ്ങനെ സദ്യ കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഇന്നത്തെ കുറച്ച് എക്സൈറ്റഡ് ആയിരുന്നു എല്ലാവരും കഴിക്കാൻ. അപ്പോൾ അതൊക്കെ ആയി. പായസമൊക്കെ കുടിച്ചിട്ട് ഇപ്പോൾ ഫുള്ളായി. ഇപ്പോൾ കുറച്ച് ഉറക്കം വരികയാണ്, ടയേർഡായി. അപ്പോൾ ഏതായാലും கொஞ்சம் റെസ്റ്റ് ചെയ്തിട്ടേ ബാക്കി ജോലികൾ ചെയ്യാൻ പോവാണ്. സോ ഇപ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനെ എൻഡായി ഇന്നത്തെ വ്ളോഗ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വ്ളോഗിൽ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട നിങ്ങൾ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം. and also comment your opinion below in the comment box. So bye guys, and once again happy Onam.